എന്താണെന്നറിയില്ല. എൻ്റെ ഫോണിൽ അതിൻ്റെ മെമ്മറി അത് വളരെയധികം കുറവാണ് ഇപ്പോൾ. അതായത് നമ്മൾ സ്റ്റോറേജ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് കുറഞ്ഞ് വരികയാണ്. ഞാൻ മിക്കവാറും അപ്പം കുറേയൊക്കെ ഡിലീറ്റ് ചെയ്യും. പക്ഷേ കുഞ്ഞ് എടുക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട് കുറേ, തനിയെ എടുക്കുന്നതും ഞങ്ങൾ രണ്ടുപേരോടുള്ള. അപ്പം അതിത്തിരി എന്താ പറയുക, എനിക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള മനസ്സ് വരാറില്ല. അതുകൊണ്ട് അതങ്ങനെ കുറേ കിടക്കും. ചിലതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ സമയം കിട്ടാതെ വരും. കാരണം ഫോൺ എടുക്കുമ്പോൾ അപ്പോൾ ഓടി വരും എന്തെങ്കിലും ആയിട്ട്. അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ മാറ്റി വയ്ക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കട്ടാകുന്നത്. അപ്പം അത് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ കുറേയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ ഈ സംസാരിക്കുന്നത് എവിടം വരെ എത്തും എന്നറിയില്ല, എങ്കിലും നമുക്ക് കുറച്ച് സംസാരിക്കാം. അതായത് ഞാൻ എൻ്റെ വീഡിയോസ് ഇച്ചിരി ലോങ് ആയിട്ട് ചെയ്യാമെന്ന് കരുതുകയാണ്. കാരണം എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളെ റേഡിയോ പോലെയാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മൊത്തം ഇരുട്ടാണല്ലോ, ഒന്നും കാണാനില്ലല്ലോ എന്ന്. ഒന്നും കാണാനും മാത്രമില്ല, എൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ. അത് കുറേ നാളിൽ വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അതങ്ങനെ മുന്നോട്ട് പോകട്ടെ. അപ്പം നമ്മൾ റേഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെയെങ്കിലും ഒരിടത്ത് ഓൺ ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് നമ്മുടെ ജോലികൾ നടക്കും, കേൾക്കുന്നതും നടക്കും, അല്ലേ? അതുപോലെ തന്നെ അങ്ങനെ പോട്ടെ. അപ്പം ജോലി കഴിഞ്ഞിട്ടൊക്കെ എൻ്റെ റേഡിയോ കേൾക്കാനായിട്ട് വരുന്നവർക്ക് അതൊന്ന് എളുപ്പമായിക്കോട്ടെ. അപ്പം ഒരു 5-10 മിനിറ്റിൽ നിൽക്കുന്ന വീഡിയോസൊക്കെ ആകുമ്പം നമുക്കെന്താണ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ജോലി ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അടുത്ത വീഡിയോ നമ്മൾ പ്ലേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലും നല്ലത് ഞാൻ ഇത്തിരി നീളമുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കേൾക്കാമല്ലോ എന്ന് ഞാൻ കരുതാണ്. ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ നമ്മുടെ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച അത് കട്ടായാണ് ആ വീഡിയോ, ബാക്കി ഞാൻ പറയാം. അപ്പം എൻ്റെ ഒരു സാഹചര്യം അന്നത്തെ അങ്ങനെ ആയിരുന്നു. കാരണം കൊറോണയാണ്, അങ്ങ് പറ്റില്ലാത്ത ഒരു സ്റ്റേജിൽ. ആ ടൈമിലാണ് എൻ്റെ അനിയന് കുഞ്ഞ് ജനിക്കുന്നത്. ആ ഒരു ടൈമിലാണ്, അതായത് മെയ് മാസം 13-ാം തീയതിയാണ് എൻ്റെ അനിയന് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ വേറെ സ്ഥലത്താണ്. പിന്നെ നമുക്ക് ആ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ പോകും എന്നുള്ളത്. അപ്പം വീട്ടിൽ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരാൾ വണ്ടി ഇങ്ങനെ ഓട്ടോ ഒക്കെ പോകുന്നതാണ്, പെർമിറ്റുള്ള വണ്ടിയാണ്. അങ്ങനെ അതെന്ത് ചെയ്തെന്നറിയാമോ, നമ്മൾ ലെറ്ററൊക്കെ എഴുതിയിട്ട് അതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വിളിക്കാൻ പോവുകയെന്നും പറഞ്ഞുകൊണ്ട് ലെറ്റർ എഴുതിയിട്ട് എൻ്റെ 2 ആങ്ങളമാർ, എൻ്റെ അനിയനും ഒരു ചേട്ടനും കൂടി വന്നു. ഒരു ദിവസം രാത്രിയായപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. അങ്ങനെ ഞാൻ അവർക്കൊപ്പം എൻ്റെ നാട്ടിലേക്ക് പോന്നു. അങ്ങനെ പിറ്റേ ദിവസം അവിടെ ചടങ്ങുകളൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ അധികം ആരില്ല, നമ്മൾ സ്വന്തം ഏറ്റവും അടുത്തുള്ളവർ മാത്രം, ഒരു 3-4 പേര് എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ചടങ്ങുകളൊക്കെ നടന്നു. അപ്പം ഞാൻ അത്രയും ദിവസം അങ്ങനെയൊക്കെ നിന്ന ഒരു ടൈമിലൊക്കെ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് സമ്മർദ്ദത്തിൽ ഏർപ്പെട്ട ഒരു ടൈമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഇതുവരെ അങ്ങനൊരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. നമുക്ക് വേറെ പല കാര്യങ്ങളിലും ഉണ്ടാകും. പക്ഷേ ഈ കൊറോണ എന്ന് പറയുമ്പോൾ നമുക്കതൊരു വേറൊരു ലെവലിലാണ് നമ്മളെ ബാധിക്കുക. കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രകൃതിയുമായിട്ട് ഒന്ന് ഇണങ്ങുവാൻ ശ്രമിക്കണം ആ സമയത്ത്. അതായത് നമ്മൾ റൂമിൽ തന്നെ ഇരിക്കാൻ പാടില്ല, വീടിനകത്ത് തന്നെ ഇരിക്കാൻ പാടില്ല. നമ്മൾ തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്കിറങ്ങി എന്തെങ്കിലും ഒരു കാഴ്ചകൾ കാണും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കാഴ്ച ആസ്വദിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു മരമായിരിക്കാം, ഒരു 2 പക്ഷികളാവാം, അല്ലെങ്കിൽ ഒരു പക്ഷിയാവാം, അല്ലെങ്കിൽ ഒരു പൂവാവാം,
അല്ലേ, ഒരു കായാവാം, എന്തും ആയിക്കോട്ടെ, അതൊക്കെ പ്രകൃതിയിൽ നിന്നുള്ളതാണ്. അവയെ എന്തിനെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് നേരം. അപ്പോഴേക്കും നമുക്ക് നമ്മളെ കുറച്ച് ഒന്ന് റിലാക്സ് ആകാൻ തുടങ്ങും. കാരണം നമുക്കൊരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രം